ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലെ സ്ട്രിങ്സിനെ പറ്റിയാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന്. സ്ട്രിങ്സ് എന്താണെന്ന് നമുക്കറിയാം. ജാവാസ്ക്രിപ്റ്റിലുള്ള മൊത്തം 8 ഡാറ്റ ടൈപ്പുകളിൽ 7 പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളുണ്ട്. അതിലൊന്നാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ നൽകാവുന്നതാണ്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്കവയെ ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ നൽകാം. യാതൊരുവിധ കുഴപ്പമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 0 ഓർ മോർ ക്യാരക്ടേഴ്സ് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ നമ്മൾ നൽകുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. പിന്നെ സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്, അതായത് സ്ട്രിങ്സ് കനോട്ട് ബി ചേഞ്ച്ഡ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളെല്ലാം തന്നെ ഇമ്മ്യൂട്ടബിൾ ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് മാത്രമാണ് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇമ്മ്യൂട്ടബിൾ എന്നുള്ളതിന് മീനിങ് എന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു സ്ട്രിങ് ഒരു പർട്ടിക്കുലർ വേരിയബിളിലേക്ക് നമ്മൾ സ്ട്രിങ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ട്രിങ് വാല്യൂ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മാറില്ല. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ സ്ട്രിങ് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റിൻ്റെ എൽ സ്മോൾ ആണ് കേട്ടോ, ഞാൻ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതാണ്, പക്ഷേ ഇത് മാത്രം ഞാൻ കണ്ടില്ല. ലെറ്റ് എൽ സ്മോൾ ആണേ. ലെറ്റ് ആൻസർ ടു ഈസ് ഈക്വൽ ടു ഹീസ് കോൾഡ് ജോണി എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഹീസ് കോൾഡ് ജോണി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ആൻസർ ടു എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോണി എന്നുള്ളത് സിംഗിൾ കോഡിലാണ് കൊടുത്തിട്ടുള്ളത്, എൻ്റയർ സ്ട്രിങ് ഡബിൾ കോഡ്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ യഥാർത്ഥ വാല്യൂ എങ്ങനെയാണ്? ഹീ ഈസ് കോൾഡ് ഒരു സിംഗിൾ കോഡ്സിലെ ജോണി, ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അത് സ്ട്രിങ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിലും അതുപോലെ തന്നെ എൻഡിലും നമ്മൾ ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുള്ളത്. അടുത്ത മറ്റൊരു രീതിയിൽ കണ്ടോ, ലെറ്റ് ആൻസർ 3 ഈസ് ഈക്വൽ ടു ഹീസ് കോൾഡ് ജോണി, അത് തന്നെ വീണ്ടും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ എന്താണ്? അതിൻ്റെ സ്റ്റാർട്ടിലും എൻഡിലും സിംഗിൾ കോഡാണ് കൊടുത്തിട്ടുള്ളത്. ജോണി എന്നുള്ളത് മാത്രം നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും സ്ട്രിങ്? ഹീസ് കോൾഡ് എന്ന് വന്നിട്ട് ഡബിൾ കോഡ്സിൽ ജോണി എന്നുള്ള വാല്യൂ ആയിരിക്കും ആൻസർ 3യിൽ സേവ് ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ സ്ട്രിങ് ആണെന്ന് കാണിക്കാൻ സ്റ്റാർട്ടിലും എൻഡിലും സിംഗിൾ കോഡ്സ് ഉപയോഗിച്ചു. ഫസ്റ്റ് എക്സാമ്പിളിൽ സ്റ്റാർട്ടിലും എൻഡിലും ഡബിൾ കോഡ്സ് ഉപയോഗിച്ചു. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, ഏത് ഉപയോഗിച്ചാലും ചേഞ്ച് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡബിൾ കോഡ്സിനകത്ത് സിംഗിൾ കോഡ്സ് ഉപയോഗിക്കാൻ പ്രശ്നമില്ല, സിംഗിൾ കോഡിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് ഡബിൾ കോഡ് ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാൽ ഡബിൾ കോഡ്സ് കൊടുക്കുന്ന സ്ട്രിങ്ങിനുള്ളിൽ വീണ്ടും ഡബിൾ കോഡ്സ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ടു ഇൻസേർട്ട് ഡബിൾ കോഡ്സ് ഇൻസൈഡ് ഡബിൾ കോഡ്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ലെറ്റ് ടെക്സ്റ്റ് ഈക്വൽ ടു വി ആർ ദ സോ കോൾഡ് വൈക്കിങ്സ് ഫ്രം ദ നോർത്ത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ട്രിങ്ങിൻ്റെ ഈ നോർത്തിൻ്റെ എൻഡിൽ ഒരു ഡബിൾ കോഡ്സ് ഉണ്ട്. ഞാൻ അത് എഡിറ്റ് ചെയ്ത് ചേർക്കാം. ഓക്കെ, ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇവിടെ കണ്ടോ, ഈ സ്ട്രിങ് തുടങ്ങിയിരിക്കുന്നത് അവസാനിക്കുന്നത് ഡബിൾ കോഡ്സിലാണ്. അതിനുള്ളിൽ വൈക്കിങ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ വേർഡ് എനിക്ക് ഡബിൾ കോഡ്സിൽ കൊടുക്കണം. അപ്പോൾ എനിക്ക് സ്ട്രിങ് എങ്ങനെയാണ് വേണ്ടത്? വി ആർ ദ സോ കോൾഡ് എന്ന് വന്നിട്ട് ഡബിൾ കോഡ്സിൽ വൈക്കിങ്സ് വരണം, ബാക്കി ഫ്രം ദ നോർത്ത് എന്നുള്ളത് സാധാ ടെക്സ്റ്റ് പോലെ വരണം. അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രിങ്. അപ്പോൾ ഇങ്ങനെ ഡബിൾ കോഡ്സിനകത്ത് എനിക്ക് ഡബിൾ കോഡ്സ് ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടോ, സ്ലാഷ് കൊടുത്ത് ഡബിൾ കോഡ്സ് കൊടുത്തു, എന്നിട്ട് എൻ്റെ വേർഡ് കൊടുത്തു, വീണ്ടും സ്ലാഷ് കൊടുത്ത് ഡബിൾ കോഡ്സ് കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ കോഡ്സിനുള്ളിൽ നമുക്ക് ഡബിൾ കോഡ്സ് ചേർക്കാം. ഓക്കെ, അതേപോലെ തന്നെ സിംഗിൾ കോഡ്സിനുള്ളിൽ സിംഗിൾ കോഡ്സ് ചേർക്കണമെങ്കിൽ ഇതേപോലെ സ്ലാഷാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടോ, ലെറ്റ് ടെക്സ്റ്റ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിലാണ് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നുള്ളത്. അതിനകത്ത് കണ്ടോ എനിക്ക് ഇറ്റ്സിൻ്റെ അപ്പോസ്ട്രോഫ് ചേർക്കണം, സിംഗിൾ കോഡ് ചേർക്കണം. സോ അതിന് ഞാൻ എന്ത് ചെയ്തു? ഇറ്റ് കഴിഞ്ഞൊരു സ്ലാഷ് കൊടുത്തിട്ട് സിംഗിൾ കോഡ് കൊടുത്തു. അങ്ങനെ എനിക്ക് ചേർക്കാം. ബാക്ക് സ്ലാഷ് ചേർക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബാക്ക് സ്ലാഷ് ചേർക്കണമെങ്കിൽ 2 ബാക്ക് സ്ലാഷ് ചേർത്താൽ മതി. കണ്ടോ, ലെറ്റ് ടെക്സ്റ്റ് ഈക്വൽ ടു ദ ക്യാരക്ടർ, അതിനുശേഷം 2 ഡബിൾ സ്ലാഷ് കൊടുക്കുകയാണ്, അതായത് 2 ബാക്ക് സ്ലാഷ് കൊടുക്കുകയാണ്. ദെൻ ഈസ് കോൾഡ് ബാക്ക് സ്ലാഷ് ബാക്ക് ടെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ സ്ട്രിങ് എങ്ങനെ ആയിരിക്കും വരിക? ദ ക്യാരക്ടർ, അതിനുശേഷം ഒരു സ്ലാഷേ വരൂ, ഈസ് കോൾഡ് ബാക്ക് സ്ലാഷ്. അപ്പോൾ 2 സ്ലാഷ് കൊടുത്താൽ ഒരു സ്ലാഷ് സ്ട്രിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. അതായത് ഇത് ചിലപ്പോൾ സിൻറ്റാക്സ് എററിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഔട്ട്പുട്ട് പ്രഡിക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. എങ്ങനെ ഡബിൾ കോഡ്സ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഡബിൾ കോഡ്സ് ചേർക്കും, സിംഗിൾ കോഡ്സ് ചേർക്കും, അതുപോലെ സ്ലാഷ് എങ്ങനെയാണ് സ്ട്രിങ്ങിൽ ചേർക്കുക എന്നുള്ളത്. ഇനി നോക്കിയേ, സ്ട്രിങ് കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രിങ് ഒബ്ജക്ട്സിൻ്റെ കമ്പാരിസൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകൾ 7 ഉണ്ട്. ഈ 7 നള്ളും അൺഡിഫൈൻഡ് ഒഴികെ ബാക്കി 5 നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ജാവയിൽ റാപ്പർ ക്ലാസ്സുകൾ പഠിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളുടെ ഒബ്ജക്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്പർ ഒബ്ജക്റ്റ്, സ്ട്രിങ് ഒബ്ജക്റ്റ്, ബിഗിൻ്റെ ഒബ്ജക്റ്റ്, അങ്ങനെ നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ന്യൂ കീവേഡ് ഉപയോഗിക്കും. ന്യൂ കീവേഡിന് ശേഷം ഇപ്പോൾ സ്ട്രിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്യും. സ്ട്രിങ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കും, ഒരു കൺസ്ട്രക്ടറിനെ പോലെ സ്ട്രിങ് കൺസ്ട്രക്ടർ അത് നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്പറിൻ്റെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബിഗിൻ്റെ യൂസ് ചെയ്യും. അതിനുശേഷം പരാന്തസിസ് ഇട്ട് കൊടുത്താൽ മതി. പരാന്തസിസ് സാധാരണ ഫംഗ്ഷൻസിന് കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്താൽ മതി.
അപ്പോൾ അതേപോലെ ഞാനിവിടെ സ്ട്രിങ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ട്രിങ് ഒബ്ജക്റ്റ് നോക്കിയേ, ലെറ്റ് എക്സ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ദെൻ ബ്രാക്കറ്റ്സിനകത്ത് ജോൺ എന്ന് കൊടുത്ത് സെമിക്കോളൻ ഇട്ടു. അപ്പോൾ ഞാൻ ഇവിടെ പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ട്രിങ്ങിൻ്റെ കണ്ടന്റ് ജോൺ എന്നാണ്. ഓക്കെ, എക്സ് എന്നുള്ളതാണ് സ്ട്രിങ് വേരിയബിൾ, അതിലേക്ക് ജോൺ എന്ന കണ്ടന്റ് സ്റ്റോർ ആയി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിംഗിൾ സ്ട്രിങ് വേരിയബിൾ അല്ല, മറിച്ച് അതൊരു സ്ട്രിങ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ന്യൂ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതെന്താണ്, ഒരു സ്ട്രിങ് ഒബ്ജക്റ്റ് ആണ്. അതേപോലെ വൈ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്ട്രിങ് ഒബ്ജക്ട്സിൻ്റെയും കണ്ടന്റ് ജോൺ എന്ന് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്തിരിക്കണോ, എക്സ് ഡബിൾ ഈക്വൽ ടു വൈ, എക്സ് ട്രിപ്പിൾ ഈക്വൽ ടു വൈ. ഡബിൾ ഈക്വൽ ടു വൈ നമുക്കറിയാം കണ്ടന്റ് മാത്രമേ നോക്കത്തുള്ളൂ. ട്രിപ്പിൾ ഈക്വൽ ടു വൈ കണ്ടന്റ് നോക്കും, ഡാറ്റ ടൈപ്പ് നോക്കും. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സെയിം ആണെങ്കിൽ കൂടിയും എക്സ് ഡബിൾ ഈക്വൽ ടു വൈയും എക്സ് ട്രിപ്പിൾ ഈക്വൽ ടു വൈയും ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കാര്യം എക്സും വൈയും ഒബ്ജക്റ്റുകളാണ്, സ്ട്രിങ് ഒബ്ജക്റ്റുകളാണ്. ഒബ്ജക്ട്സിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒബ്ജക്ട്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഫാൾസ് ആയിരിക്കും ഉത്തരം വരുന്നത്, അതിൻ്റെ കണ്ടന്റ് ഈക്വൽ ആണെങ്കിലും അല്ലെങ്കിലും. അതിപ്പോൾ സ്ട്രിങ് ഒബ്ജക്റ്റുകളായാലും നമ്പർ ഒബ്ജക്റ്റുകളായാലും അരേസ് ആയാലും എന്തായാലും ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ഈക്വൽ ടു വെച്ചിട്ടോ ട്രിപ്പിൾ ഈക്വൽ ടു വെച്ചിട്ടോ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് തന്നെ ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു സ്ട്രിങ് ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് സാധാരണഗതിയിൽ രണ്ട് സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യുക, രണ്ട് നോർമൽ വേരിയബിൾസ്. ഇപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു ജോൺ എന്ന് കൊടുത്തു, ലെറ്റ് വൈ ഈക്വൽ ടു ജോൺ എന്ന് കൊടുത്തു. എന്നിട്ട് എക്സും വൈയും കൂടെ ഞാൻ ഡബിൾ ഈക്വൽ ടു വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ട്രൂ തന്നെ ആയിരിക്കും. കാര്യം രണ്ടെണ്ണം എന്താണ്, ഒരേ കണ്ടൻറ്റാണ്. ട്രിപ്പിൾ ഈക്വൽ ടു വെച്ച് കമ്പയർ ചെയ്താൽ ട്രൂ തന്നെ ആയിരിക്കും, ഒരേ കണ്ടൻറ്റുമാണ്, ഒരേ ടൈപ്പുമാണ്. അപ്പോൾ സ്ട്രിങ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, സ്ട്രിങ് ഒബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ കമ്പാരിസൺ എപ്പോഴും ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി കുറച്ച് പ്രധാനപ്പെട്ട സ്ട്രിങ് ഫങ്ഷൻസ് ആണ് ഇനി നോക്കുന്നത്. നോക്കുക, കുറച്ചെണ്ണേ ഉള്ളൂ, ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ചേർക്കാം. ആദ്യം ഞാനൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലെറ്റ് ടെക്സ്റ്റ് ഈക്വൽ ടു ഹലോ വേൾഡ്. അപ്പോൾ എൻ്റെ സ്ട്രിങ്ങിൻ്റെ പേര് ടെക്സ്റ്റ് എന്നാണ്. അതിനുശേഷം തൊട്ട് താഴത്ത് നോക്കുക, ലെറ്റ് ക്യാർ ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് ക്യാർ അറ്റ് 0. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ക്യാർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് എന്താണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ടെക്സ്റ്റ് ഡോട്ട് ക്യാർ അറ്റ് 0. ടെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്ട്രിങ് ആണ്, ഹലോ വേൾഡ് എന്ന സ്ട്രിങ് ആണ്. ഡോട്ട് ക്യാർ അറ്റ് 0. ക്യാർ അറ്റ് 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ക്യാരക്ടറിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 0 ആണ് കൊടുത്തിട്ടുള്ളത്. സോ 0th ഇൻഡെക്സ്, സ്ട്രിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന ഇൻഡെക്സിലായിരിക്കും. 0 to n-1 വരെ ആയിരിക്കും സ്ട്രിങ് പോവുക. അപ്പോൾ ഇപ്പോൾ 8 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ് ആണെങ്കിൽ 0 to 7 വരെ. അപ്പോൾ ഇവിടെ ക്യാർ അറ്റ് 0 എന്ന് പറയുമ്പോൾ 0th ലൊക്കേഷനിൽ ഏതാണ്, എച്ച് അല്ലേ. സോ എച്ച് എന്നുള്ള വാല്യൂ ക്യാറിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, രണ്ടാമത്തത് ലെറ്റ് ക്യാർ ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് ക്യാർ കോഡ് അറ്റ് 0 എന്നുള്ളതാണ്. അത് വളരെ നോട്ട് ചെയ്യുക, കേസ് സെൻസിറ്റീവ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ക്യാർ കോഡിൻ്റെ സി ക്യാപിറ്റൽ, അറ്റിൻ്റെ എ ക്യാപിറ്റൽ, അത് നോട്ട് ചെയ്യാം. അപ്പോൾ ആ പർട്ടിക്കുലർ 0th ലൊക്കേഷനിൽ കിടക്കുന്ന എച്ച് എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടർ കോഡ്, ആ കോഡ് വാല്യൂ ആയിരിക്കും നമ്മുടെ ക്യാർ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. ദെൻ ലെറ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു വേരിയബിൾ, അത്രേ ഉള്ളൂ. ലെറ്റർ ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് അറ്റ് 2. അറ്റ് എന്ന് പറയുന്നതും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് കിടക്കുന്ന വാല്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 0, 1, 2 സെക്കൻഡ് ഇൻഡെക്സ് ഏതാണ്, അവിടെ എൽ അല്ലേ വാല്യൂ. 0ൽ എച്ച്, 1ൽ ഇ, 2ൽ എൽ. സോ എൽ എന്നുള്ള വാല്യൂ ആ ലെറ്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യപ്പെടും. അടുത്ത നോക്കുക, ലെറ്റ് ടെക്സ്റ്റ് ഈക്വൽ ടു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ്, അതിലേക്ക് ഒരു സ്ട്രിങ് അസൈൻ ചെയ്തിട്ടുണ്ട്, ആപ്പിൾ ബനാന കിവി. ഓക്കെ, ആപ്പിൾ ബനാന കിവി എന്ന് പറയുന്ന ആ കോമാസും അതിനിടയ്ക്ക് വരുന്ന സ്പേസും എല്ലാം തന്നെ സ്ട്രിങ്ങിൻ്റെ ഭാഗമാണ്. ഓർത്തോണം, ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നവരെ എൻറ്റയർ ഭാഗവും സ്ട്രിങ്ങിൻ്റെ ഭാഗമാണ്. അതിന് താഴെ ലെറ്റ് പാർട്ട് ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് സ്ലൈസ് 7,13 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസിൽ 2 പാരാമീറ്റേഴ്സ് കാണും. ഫസ്റ്റ് വൺ, എവിടുന്ന് കട്ട് ചെയ്ത് തുടങ്ങണം, ഒരു സ്ട്രിങ്ങിനെ കട്ട് ചെയ്യുന്നതിനാണ് സ്ലൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ഇൻഡെക്സിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങണം, സെക്കൻഡ് ഇൻഡെക്സ് കാണിക്കുന്നത് എവിടെ വരെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഡോട്ട് സ്ലൈസ് 7 ആണ്. 7 എന്ന് പറയുമ്പോൾ എവിടെയാണ്, ബനാനയുടെ ബിയിലാണ് വരുന്നത്. ദെൻ 13 എന്നുള്ളതാണ് സെക്കൻഡ് ഇൻഡെക്സ്. അപ്പോൾ 13 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 13 തൊട്ട് മുന്നേ വരെയാണ് കട്ടിങ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 7 മുതൽ 12 വരെ ആയിരിക്കും കട്ട് ചെയ്യുക, 13 വരെ അല്ല. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടത്. ഓക്കെ, 7 മുതൽ 12 വരെ ആയിരിക്കും. അപ്പോൾ 7 എന്ന് പറയുന്നത് ബനാനയാണ്, 12 എന്ന് പറയുന്നത് ബനാനയുടെ അവസാനത്തെ എ ആണ്. സോ ബനാന എന്നൊരൊറ്റ വേർഡ് ആയിരിക്കും കട്ട് ചെയ്ത് പാർട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കിട്ടുക. രണ്ടാമത്തെ നോക്കുക, ലെറ്റ് പാർട്ട് ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് സബ്സ്ട്രിങ് 7,13. സ്ലൈസ് ചെയ്ത അതേ പരിപാടി തന്നെ ചെയ്യാനാണ് നമ്മൾ സബ്സ്ട്രിങ്ങും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈസിനകത്ത് നമുക്ക് നെഗറ്റീവ് പാരാമീറ്റേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ ഒക്കെ നെഗറ്റീവ് വേണമെങ്കിൽ കൊടുക്കാം.
നെഗറ്റീവിലും ഇൻഡെക്സ് വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്യാമല്ലോ, അങ്ങനെയും കൊടുക്കാം. പക്ഷേ സബ്സ്ട്രിങ്ങിൽ അത് പറ്റത്തില്ല. നെഗറ്റീവ് വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ബാക്കി ടാസ്ക് എല്ലാം സെയിം ആണ്. അപ്പോൾ നെഗറ്റീവ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പം ആപ്പിൾ, ബനാന, കിവി എന്നുള്ളതിൽ A0 എന്നല്ലേ നമ്മൾ എണ്ണുന്നത്. P1 അടുത്ത P2 അങ്ങനെയല്ലേ എണ്ണുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻഡെക്സിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ സ്ട്രിങ് അവസാനിക്കുന്ന I ഇല്ലേ, കിവിയുടെ I, അത് -1 എന്ന് എണ്ണണം. തൊട്ടിപ്പുറത്തെ W -2, തൊട്ടിപ്പുറത്തെ I -3, അങ്ങനെയാണ് എണ്ണുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇൻഡെക്സ് വാല്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ടെക്സ്റ്റ് സ്ലൈസ് -1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കട്ടിങ് തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? കിവിയുടെ അവസാനത്തെ Iയിൽ നിന്നായിരിക്കും കട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇൻഡെക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്ട്രിങ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് സാധിക്കില്ല. അടുത്ത ലെറ്റ് പാർട്ട് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് സബ് എസ് ടി ആർ. അത് കുറച്ച് വ്യത്യസ്തമാണ്. സബ് എസ് ടി ആറിൻ്റെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എവിടെ നിന്ന് കട്ടിങ് തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ പാരാമീറ്റർ, ആർഗ്യുമെൻ്റ് അല്ല പാരാമീറ്റർ, രണ്ടാമത്തെ പാരാമീറ്റർ ലെങ്ത് ആണ് കാണിക്കുന്നത്, എത്ര കട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇവിടെ 7 ആണ്, 7ൽ തുടങ്ങണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബനാനയുടെ B ആണ് 7. അത് കഴിഞ്ഞ് 6 ക്യാരക്ടർ എടുക്കണം എന്നുള്ളതാണ്. സോ BANANA പാർണായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലെങ്ത് ആണ് സബ് എസ് ടി ആറിൻ്റെ രണ്ടാമത്തെ പാരാമീറ്റർ. അപ്പോൾ അതാണ് സ്ലൈസ്, സബ്സ്ട്രിങ്, സബ് എസ് ടി ആർ തമ്മിലുള്ള വ്യത്യാസം. സ്ലൈസിൽ നെഗറ്റീവ് ആർഗ്യുമെൻറ്റ് കൊടുക്കാം, സബ്സ്ട്രിങ്ങിൽ നെഗറ്റീവ് ആർഗ്യുമെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നെഗറ്റീവ് ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് അറിയാമല്ലോ. പോസിറ്റീവ് ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ നെഗറ്റീവ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് പാരാമീറ്റർ വാല്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി വളരെ സിമ്പിളാണ്. ടു അപ്പർ കേസ്, ടു ലോവർ കേസ്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ. അപ്പറിൻ്റെ U, കേസിൻ്റെ C, ഇത് രണ്ടും ക്യാപിറ്റലാണ്. ഇത് മിക്സ് ചെയ്ത് PS യോജിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, നെറ്റിനൊക്കെ വരാം. അപ്പോൾ അപ്പർ കേസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, ലോവർ കേസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അപ്പർ കേസും ലോവർ കേസും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. കണ്ടോ, ലെറ്റ് ടെക്സ്റ്റ് 2 ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് 1 ഡോട്ട് 2 അപ്പർ കേസ്. ടെക്സ്റ്റ് 1-നകത്താണ് ഹലോ വേൾഡ്, അതിനെ അപ്പർ കേസ് ആക്കിയിട്ട് അത് ടെക്സ്റ്റ് 2-ലേക്ക് സേവ് ചെയ്യണം എന്നുള്ളതാണ്. ടെക്സ്റ്റ് 1-നെ നമുക്ക് ഒരിക്കലും ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ട്രിം ഉണ്ട്. ട്രിം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും തുടങ്ങുന്നതിന്, സ്ട്രിങ്ങിൻ്റെ ആൽഫബറ്റ്സ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടും ആ ക്യാരക്ടേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷവുമായിട്ടും അനാവശ്യമായിട്ട് സ്പേസ് കിടപ്പുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ട്രിം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമുള്ളത് കളയാനും എൻഡിങ്ങിൽ മാത്രമുള്ളത് കളയാനും ഈ ട്രിമ്മിൻ്റെ തന്നെ ചെറിയ വേരിയൻസ് ഉണ്ട്. അതായത് ട്രിം സ്റ്റാർട്ടും ട്രിം എൻഡും. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് 1 ഡോട്ട് ട്രിം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പേസും കളയും, എൻഡിലുള്ള സ്പേസും കളയും. എന്നാൽ സ്ട്രിങ്സിന് ഇടയിലുള്ള സ്പേസ് കളയത്തില്ല കേട്ടോ. ഇപ്പോൾ ഹലോ വേൾഡ്, ഹലോ കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്, ദെൻ വേൾഡ്, ആ സ്പേസ് കളയത്തില്ല. സ്റ്റാർട്ടിലുള്ള സ്പേസ് മാത്രം നമുക്ക് കളയണമെങ്കിൽ ട്രിം സ്റ്റാർട്ട് കൊടുത്താൽ മതി, സ്ട്രിങ് നെയിം ഡോട്ട് ട്രിം സ്റ്റാർട്ട്. എൻഡിലുള്ള സ്പേസ് കളയണമെങ്കിൽ സ്ട്രിങ് നെയിം ഡോട്ട് ട്രിം എൻഡ്. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ട്രിമ്മിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു ഫംഗ്ഷനാണ് പാഡ് സ്റ്റാർട്ടും പാഡ് എൻഡും. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ലെറ്റ് പാഡ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഡോട്ട് പാഡ് സ്റ്റാർട്ട് 4, ഡബിൾ കോട്ട്സിൽ X. അപ്പോൾ എൻ്റെ സ്ട്രിങ്ങിൻ്റെ പേര് ടെക്സ്റ്റ് എന്നാണ്, അതിൻ്റെ വാല്യൂ 5 എന്നാണ്. അപ്പോൾ പാഡ് സ്റ്റാർട്ടിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് കാണിക്കുന്നത് നമ്മുടെ സ്ട്രിങ്ങിൽ മൊത്തം എത്ര ക്യാരക്ടേഴ്സ് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്ട്രിങ് ഏതാണ്? ടെക്സ്റ്റാണ്. അതിൽ ഒറ്റ ക്യാരക്ടറുകൾ 5. പക്ഷേ അതിൽ എത്ര വേണമെന്നാണ് പാഡ് സ്റ്റാർട്ടിൽ പറഞ്ഞേക്കുന്നത്? 4 വേണമെന്നാണ്. ദെൻ 4 ക്യാരക്ടേഴ്സ് ആക്കാൻ എന്താണ് ആഡ് ചെയ്യേണ്ടത്? X ആണ് ആഡ് ചെയ്യേണ്ടത്. സോ പാഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഈ പാഡഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യപ്പെടുന്നത് 3 X വരും. X ദെൻ 5. അപ്പോൾ ടോട്ടൽ ക്യാരക്ടേഴ്സ് എന്തായി? 4 ആയി. അപ്പോൾ 5-ന് മുന്നേ ആയിട്ട് 3 Xകൾ ചേർത്തിട്ട് മൊത്തം 4 ആക്കി ലെങ്ത്. ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. പാഡ് സ്റ്റാർട്ട് പോലെ തന്നെ പാഡ് എൻഡ്. അപ്പോൾ എന്തായിരിക്കും? എൻഡിലേക്കായിരിക്കും. അപ്പോൾ 4-ന് ശേഷമായിരിക്കും 3 Xകൾ വരുന്നത്. അത്രയേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ്. ഇനിയുണ്ട് സ്ട്രിംഗ് ഫങ്ഷൻസ് ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് വരും, ഒരുപാട് ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അപ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും ലെങ്ത് കുറച്ച് ഒരു പെട്ടെന്നൊരു റിവിഷൻ ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേണ്ടതല്ല ഇതിനകത്തുണ്ട്. എക്സാമ്പിൾസ് നമുക്ക് W3 സ്കൂൾസോ ഗീക്സോ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തത് സ്ട്രിങ്സിൻ്റെ അടുത്ത ബാക്കി ഫങ്ഷൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം.